എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജിജോ എ പി, ചന്തക്കുന്ന് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മുടെ ഡിസ്പെൻസറിയിൽ ധാരാളം പേഷ്യൻസ് അമിതമായ ക്ഷീണം പറഞ്ഞിട്ട് വരാറുണ്ട്. അവരൊക്കെ തന്നെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവും. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, തൈറോയിഡ്, ഇങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നോർമലാണ്. പക്ഷേ എന്നാലും ഇവർക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ചൂട് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിന് വെള്ളം ഒരു അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 60 കിലോ ഉള്ള ആളാണെങ്കിൽ ഏകദേശം 3 ലിറ്റർ തന്നെയെങ്കിലും വെള്ളം കുടിക്കണം. ഏകദേശം നമ്മൾ ഒരു 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വെള്ളം കുറഞ്ഞാൽ നമുക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ചില ആളുകൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം ഭയങ്കരമായിട്ട് കുറയ്ക്കാറുണ്ട്. പക്ഷെ നമ്മളെ ശരീരത്തിന് ഒരു മിനിമം വേണ്ട ഭക്ഷണം കിട്ടണം. ഒരു 1000 to 1500 കലോറി നമുക്ക് നമ്മുടെ ശരീരത്തിന് ഡെയിലി ആവശ്യമാണ്. അപ്പം അതിൽ കുറഞ്ഞാൽ നമുക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ ഈ കഴിക്കുന്ന ഭക്ഷണം തന്നെ ചില ആളുകൾ കാർബോഹൈഡ്രേറ്റ്, അതായത് അരി, ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളായിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ടാകുക. അല്ലെ മധുര പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകളും മസിൽസും ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. അപ്പോൾ അത്യാവശ്യം പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കടല, പയർ, മത്സ്യം, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാസീനമായ ജീവിത രീതി, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. നമ്മളെ മസിൽസിനൊക്കെ കൃത്യമായിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴേ ഇപ്പോൾ നമ്മളെ ശരീരത്തിലുള്ള എൻഡോർഫിൻസ് അതുപോലുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ക്ഷീണം കുറയ്ക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഉറക്കം വേണം. ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം ഒരു 7 to 8 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ചില ആളുകൾക്ക് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അതായത് കുറച്ച് സമയം മാത്രം ഉറങ്ങുക, അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് സമയത്തൊരു ഉറക്കം ഉണ്ടാവില്ല. പല ദിവസവും പല സമയത്ത് ഉറങ്ങുക, അതൊക്കെ ക്ഷീണത്തിന് ഒരു കാരണമാണ്. പിന്നെ അതുപോലെ കൂടുതൽ ടെൻഷൻ അല്ലെ സമ്മർദ്ദമുള്ള ആളുകൾക്ക്, അപ്പോൾ കൂടുതലായിട്ട് സമ്മർദ്ദം വരുമ്പോൾ നമുക്ക് അഡ്രിനൽ ഹോർമോൺസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തെയും സെല്ലിനെയും ഒക്കെ ഡാമേജ് ചെയ്യും. അതും നമുക്കൊരു ക്ഷീണത്തിന് ഒരു കാരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് അമിതമായ ക്ഷീണമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്.